നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇവൻ കണ്ണ് കെട്ടി വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നത്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കണ്ണ് കെട്ടി വെച്ചിരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതൊരു ഐ മസാജർ ആണ്. അഗാരോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഐ മസാജറുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത്. ഏകദേശം 2 ആഴ്ചയിൽ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ള കാര്യമൊക്കെ ഈ വീഡിയോയുടെ അവസാനം പറയാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഓൾറെഡി ഞാൻ ഇത് അൺബോക്സ് ചെയ്തതാണ്. ബോക്സിനുള്ളിൽ ഈ മസാജറും പിന്നെ ഒരു ചാർജിംഗ് കേബിളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ യൂസ്ഫുൾ ആകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇതാണ് അഗാരോ സുപ്രീം ഐ മസാജർ. കണ്ണിന് നല്ല റിലാക്സേഷൻ കിട്ടാനാണ് സത്യത്തിൽ നമ്മൾ ഈ ഒരു ഐ മസാജർ ഉപയോഗിക്കുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്, ഫോൾഡബിൾ ഡിസൈൻ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. യൂസ് ചെയ്ത ശേഷം ഇതേപോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഹെഡ് സൈസ് എങ്ങനെയുള്ളതായാലും കണ്ണിന് ഇത് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിരിക്കും. ഇതിനകത്ത് നൽകിയിരിക്കുന്ന കുഷനിങ് വളരെ സോഫ്റ്റ് ആണ്. കണ്ണിന് ഒരു രീതിയിലുള്ള ഇറിറ്റേഷനും ഉണ്ടാകത്തില്ല. ഞാനിപ്പോൾ 2 ആഴ്ചയായിട്ട് ഇത് ഉപയോഗിക്കുന്നു. എനിക്ക് ഒരു രീതിയിലുള്ള ഇറിറ്റേഷനോ ബുദ്ധിമുട്ടോ ഒന്നും ഇത് ഉപയോഗിച്ച സമയത്ത് തോന്നിയിട്ടില്ല. വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു കുഷനിങ് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഇതിലൊരു അഡ്ജസ്റ്റബിൾ ഇലാസ്റ്റിക് ബെൽറ്റ് നൽകിയിട്ടുണ്ട്. ആ ഇലാസ്റ്റിക് ബെൽറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ അതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി കൂടുതൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈഡിൽ ഒരു ബക്കിൾ നൽകിയിട്ടുണ്ട്. ഇത് മൂവ് ചെയ്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന്റെ സൈഡിലായിട്ട് 3-4 ബട്ടൺസ് നൽകിയിട്ടുണ്ട്. ഇതിൽ ആ വലിയ ബട്ടൺ ആണ് പവർ ബട്ടൺ. പവർ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള 5 മോഡുകൾ നൽകിയിട്ടുണ്ട്. പവർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ മോഡ്സും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. Soft mode, draw mode, relax mode, sleep mode. ഇനി ഇതിൽ നൽകിയിരിക്കുന്ന 5 മോഡുകളുടെയും ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഏത് രീതിയിലുള്ള കോമ്പിനേഷൻ ആണ് ഈ മോഡ്സിൽ നൽകിയിരിക്കുന്നത്. സോഫ്റ്റ് മോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ പ്രഷർ പ്ലസ് ഹീറ്റ് പ്ലസ് മ്യൂസിക് കോമ്പിനേഷൻ ആണ് നൽകിയിരിക്കുന്നത്. 15 മിനിറ്റ്സിലേക്കായിരിക്കും ഈ ഒരു മോഡ് വർക്ക് ചെയ്യുക. അതായത് ഇതിൽ നൽകിയിട്ടുള്ള എല്ലാ മോഡുകളുടെയും ടൈം 15 മിനിറ്റ്സ് ആണ്. സ്ട്രോങ് മോഡ് ആണെന്നുണ്ടെങ്കിൽ ഹൈ പ്രഷർ പ്ലസ് ഹീറ്റ് പ്ലസ് വൈബ്രേഷൻ പ്ലസ് മ്യൂസിക് ഫോർ 15 മിനിറ്റ്സ് ആയിരിക്കും. റിലാക്സ് മോഡിൽ എയർ പ്രഷറും മ്യൂസിക്കും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി സ്ലീപ്പ് മോഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓൺലി ഹീറ്റ് മാത്രമേ സ്ലീപ്പ് മോഡിലുള്ളൂ. വേക്കപ്പ് മോഡ് ആണെന്നുണ്ടെങ്കിൽ വൈബ്രേഷൻ പ്ലസ് മ്യൂസിക് കോമ്പിനേഷൻ ആയിരിക്കും ലഭിക്കുക. ഇനി പവർ ബട്ടൺ അടുത്തുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് കംപ്രഷൻ ലെവലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ 2 കംപ്രഷൻ ലെവലാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഹീറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനടുത്തുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഹീറ്റ് ലെവൽ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ മസാജറിനുള്ളിൽ ഡിഫോൾട്ട് ആയിട്ട് ഒരു മ്യൂസിക് സെറ്റ് ആയിട്ടുണ്ട്. ആ മ്യൂസിക്കിന്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ബട്ടണാണ് ഈ നൽകിയിരിക്കുന്നത്. Silent mode, voice mode. പവർ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ടാണ് ഇത് ഓഫ് ചെയ്യുന്നത്. ഇതിൽ ബ്ലൂടൂത്ത് പെയറിംഗ് ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട്. ഓൾറെഡി ഈ ഒരു ഡിവൈസിൽ ബ്ലൂടൂത്ത് എനേബിൾ ആയിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബ്ലൂടൂത്ത് ഓൺ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഫോണിലെ ബ്ലൂടൂത്ത് സെക്ഷനിൽ സെർച്ച് ചെയ്താൽ തന്നെ മസാജർ അവിടെ കാണിക്കും. ജസ്റ്റ് അതൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള മ്യൂസിക് ഒക്കെ തന്നെ നമുക്ക് മസാജറിലൂടെ പ്ലേ ചെയ്ത് കേൾക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിലെ കംപ്രഷൻ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ മസാജർ ഓൺ ചെയ്തിട്ട് ടേബിളിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതിനുള്ളിൽ ഈ കംപ്രഷൻ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഓരോ മോഡിലും ഓരോ ഇന്റൻസിറ്റി ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക. ഇത് നമ്മൾ ഹൈ മോഡിൽ യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സ്ട്രെയിൻ തരുന്ന രീതിയിലുള്ള ഒരു മസാജിങ് അല്ല. ഈ മസാജർ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇതിനൊപ്പം ഒരു USB ചാർജിങ് കേബിൾ ലഭിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മസാജർ ചാർജ് ചെയ്യാം. മസാജർ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനടിയിലായിട്ടാണ് Type-C USB പോർട്ട് കാണാനായിട്ട് സാധിക്കുക. ജസ്റ്റ് അതിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ മസാജർ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. മസാജർ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരു റെഡ് ലൈറ്റ് ആയിരിക്കും കാണുക. ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ റെഡ് ലൈറ്റ് മാറി ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞു വരും. ഒരുപാട് നേരം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണിത്. കാരണം ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കമ്പ്യൂട്ടറൊക്കെ കുറേ മണിക്കൂറുകൾ ഇരുന്ന് സ്ക്രീൻ ടൈം എനിക്ക് വളരെ കൂടുതലാണ്. ഇപ്പം കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് കണ്ണിനും തലയ്ക്കും ഒക്കെ വേദന എടുക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഈ ഒരു മസാജർ വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഏത് ടൈമിലും ഉപയോഗിക്കാം. രാവിലെയോ വൈകിട്ടോ ഉച്ചയ്ക്കോ ഏത് സമയത്തും ഉപയോഗിക്കാം. ഉറങ്ങുന്നതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഉപയോഗിക്കാം. കിടന്ന് ഉപയോഗിക്കാം. ഇരുന്ന് ഉപയോഗിക്കാം. എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ഈ ഒരു മസാജർ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നല്ല രീതിയിലുള്ള ഒരു സ്ട്രെസ് റിലീഫ് കിട്ടും. അതിനോടൊപ്പം തന്നെ മൈഗ്രെയിൻ ഒക്കെ ഉള്ളവർ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആവും. കാരണം ഐ മസാജിങ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഈ മൈഗ്രെയിൻ ഉള്ള സമയത്ത് ഭയങ്കര തലവേദനയും കണ്ണിന് വേദനയും ഒക്കെ ആയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരാളെ കൊണ്ട് ഒരാളുടെ ഹെൽപ്പിൽ ഇത് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുമല്ലോ. പക്ഷേ നമുക്കിതൊന്നുമില്ല. ഒരാളുടെയും ഹെൽപ്പ് ഇല്ലാതെ ഈ ഒരു മസാജർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഐ മസാജിങ് കിട്ടുകയും നല്ല റിലീഫ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ
അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ 2 ആഴ്ചയോളമായിട്ട് ഉപയോഗിക്കുന്നു. ഡെയിലി ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ഇത് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഈ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് സ്ക്രീൻ ടൈം ഭയങ്കരമായിട്ട് കൂടുമ്പോൾ നമുക്ക് തലവേദന, കണ്ണിന് വേദന, ആകെപ്പാട് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയിൽ വരാറുണ്ട്. കണ്ടിന്യൂസ് ഒരുപാട് മണിക്കൂറുകൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സമയങ്ങളിലൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം തല ഞെക്കിത്തരാനും കണ്ണ് ഞെക്കിത്തരാനും വേറെ ആളോട് പറഞ്ഞ് ബുദ്ധിമുട്ടുന്നതിനേക്കാളും നല്ലതല്ലേ. ഇതങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആരുടെയും സഹായം വേണ്ട, ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട, നല്ല രീതിയിൽ നമുക്ക് റിലാക്സ് ആകാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക് ബിൽഡ് ആണ്, നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഇലാസ്റ്റിക് ബാൻഡ് ഒക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമുക്ക് ഒരു രീതിയിലുള്ള ഇറിറ്റേഷനോ ബുദ്ധിമുട്ടോ ടൈറ്റ്നസോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യത്തില്ല ഇത് വെക്കുമ്പോൾ. പിന്നെ നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ പ്രൊഡക്റ്റ് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് വീഡിയോയിൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് പ്രൈസ്, എക്സാക്ട് ലൈവ് പ്രൈസ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. വീഡിയോയിൽ പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ പ്രൈസ് നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് കൂടുതലോ കുറവായിരിക്കും. കാരണം ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളുടെ എല്ലാം പ്രൈസ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കൂടിയും കുറഞ്ഞു ഇരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ പ്രൈസ് പറയുന്നില്ല, നിങ്ങൾ നേരെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഫോളോ ചെയ്തിട്ട് പോയി ചെക്ക് ചെയ്ത് നോക്കിക്കോളുക. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.